നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് എറണാകുളം പനമ്പള്ളി നഗറിലെ ടോക്കിംഗ് ക്യൂർ എന്ന് പറയുന്ന കൗൺസിലിംഗ് സെന്ററിലെ സൈക്കോളജിസ്റ്റായ ഡോക്ടർ ബ്രെൽവിയാണ്. ഇദ്ദേഹം കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റായി വർക്ക് ചെയ്യുകയാണ്. 2 വർഷത്തിലേറെയായി ഇദ്ദേഹം അവിടെയുണ്ട്. അപ്പോൾ ഡോക്ടർ ഇന്ന് എന്തൊക്കെ വിശേഷങ്ങളാണ് നമ്മോടൊപ്പം പങ്കുവയ്ക്കാൻ പോകുന്നതെന്ന് അറിയാം. ഡോക്ടർ നമസ്കാരം. ഡോക്ടർ ആദ്യമേ തന്നെ ഡോക്ടർ ഒരു ഫാമിലി കൗൺസിലിംഗ് അല്ലെങ്കിൽ അത്തരത്തിലൊരു ഫാമിലി കൗൺസിലിംഗ് എന്നൊക്കെ നടത്തുന്ന ആളാണല്ലോ. അപ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് അതുമായി ബന്ധപ്പെട്ട് ഡോക്ടർക്ക് ഞങ്ങളോട് ഷെയർ ചെയ്യാനുണ്ടാകും. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചത് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന അവസ്ഥയെക്കുറിച്ചാണ്. അതിൽ ഒരുപാട് കമൻറ്റുകൾ നമുക്ക് വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് നമുക്ക് ഇന്ന് പോവാം അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യം പലരും ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്താണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി എന്നൊന്ന് ഡിഫൈൻ ചെയ്യാമോ, അല്ലെങ്കിൽ അതിന് ഒരു ധാരണ തരാമോ എന്നാണ് പലരും ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഡോക്ടർ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്? എങ്ങനെയാണ് നമുക്കതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക? ഒരു വ്യക്തി കൂടുതലായിട്ടും അവനവനെ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് എനിക്ക് മാത്രം ഈ സമൂഹത്തിൽ സ്ഥാനം വേണം, ഞാനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, എനിക്ക് ചുറ്റും മറ്റുള്ളവർ എനിക്ക് സ്തുതിപാഠകരായിട്ട് നിൽക്കണം, എൻ്റെ ഇഷ്ടങ്ങളെല്ലാം നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് സാധാരണഗതിയിൽ നമ്മൾ പൊതുവിൽ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. നമ്മളന്ന് ഒരു കഥയുമായി ബന്ധപ്പെടുത്തി പറഞ്ഞു. ഒരു ഗ്രീക്ക് മിത്തോളജിയിലുള്ള നാർസിസസ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം സെൽഫ് ലവ് ആണ്. അയാൾ ഏറ്റവും കൂടുതൽ സെൽഫ് ലവ് ആണ്. പിന്നെ ഗ്രാൻഡ്യൂസിറ്റി എന്ന് പറയുന്നൊരു വാക്ക്, അതായത് അവർക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്, അവരാണ് ഏറ്റവും വലുത്, അവർക്ക് മറ്റുള്ളവരെക്കാളൊക്കെ ഒരുപാട് കഴിവുകളുണ്ട്, മറ്റുള്ളവരൊക്കെ അവർക്ക് ചുറ്റുമുള്ളവരൊക്കെ ഇവരെക്കാളും താഴ്ന്ന വ്യക്തികളാണ്, സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഒക്കെ ഫീൽ ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് നാർസിസ്റ്റിക്. അവർക്ക് അവരോട് മാത്രമാണ് സ്നേഹം, അവരാണ് ശരി പൂർണ്ണമായിട്ടും. അതെ, അവർ തന്നെയാണ് പൂർണ്ണമായിട്ടും ശരിയെന്ന് വിശ്വസിക്കുന്ന കുട്ടികളാണ്. ഡോക്ടർ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഇത്തരം നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ പറ്റി പറഞ്ഞപ്പോൾ കൂടുതലും ഈ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ വരുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. അതിനേക്കാളും അതിന് തൊട്ട് മുൻപായിട്ടൊരു പ്രണയബന്ധത്തിൽ ഇത്തരത്തിൽ ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ കൊണ്ട് പ്രശ്നങ്ങൾ വരുമല്ലോ, ഉറപ്പായിട്ടും വരുമല്ലോ. അപ്പോൾ അതിൽ ഈ ലവ് ബോംബിംഗ് എന്ന് പറയുന്ന ഒരു ടേം ഒരു അങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട്. എന്താണ് ഡോക്ടർ ഈ ലവ് ബോംബിംഗ് എന്ന് പറഞ്ഞാൽ? നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറും ലവ് ബോംബിംഗ് എന്ന് പറയുന്ന ഒരു വാക്കും തമ്മിൽ വളരെയധികം കണക്ഷൻ, അത് ആളുകൾക്കിടയിൽ പലർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രണയം എന്ന് പറയുന്നത് വളരെ സുന്ദരമായിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു കാലഘട്ടത്തിൽ അഡോളസൻ്റ് ഏജ് കാലം മുതലേ കുട്ടികൾക്ക്, ആൺകുട്ടികൾക്ക് പെൺകുട്ടികളുടെ അടുത്തും പെൺകുട്ടികൾക്ക് ആൺകുട്ടികളുടെ അടുത്തും പ്രണയം തോന്നുക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിൻ്റെ എപ്പോഴും നമ്മൾ ന്യൂറോ സയൻസുമായിട്ട് കണക്ട് ചെയ്താൽ കുറച്ചുകൂടി നമുക്ക് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ കുറച്ചുകൂടി അറിയാൻ രസമായിരിക്കുള്ളൂ. ഒരു പ്രണയം ഉണ്ടാകുന്ന സമയത്ത് തീർച്ചയായിട്ടും ചില ഹോർമോണുകളും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സൊക്കെ, നമ്മളുടെ തലച്ചോറിലെ ഹോർമോണുകൾ, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് മനസ്സിന് സന്തോഷം കിട്ടുക എന്ന് പറയുന്നത് ബ്രെയിനിൽ ഡോപ്പമിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ടാകുമ്പോഴാണ്. നമുക്ക് ഇഷ്ടമുള്ളൊരു കവിത കേൾക്കുമ്പോഴോ ഒരാളുമായിട്ട് സംസാരിക്കുമ്പോഴോ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ബ്രെയിനിൽ ഇതുപോലെ തന്നെ ഡോപ്പമിൻ എന്ന് പറയുന്നതും അതുപോലെ സെറട്ടോണിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സൊക്കെ ധാരാളം പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് സന്തോഷം കിട്ടുന്നത്. ഹാപ്പി ഹോർമോൺ എന്നാണ് ഡോപ്പമിനെ പറയുന്നത് തന്നെ. പക്ഷെ അതിനേക്കാളൊപ്പം അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ ഒരു പ്രണയബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഓക്സിറ്റോസിനും ഫെറോമോൺ എന്ന് പറയുന്ന ഹോർമോണുകൾ കൂടി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഹോർമോണുകളുടെ കളിയാണ്. ഈ ഫെറോമോൺ എന്ന് പറയുന്ന ഹോർമോൺ ഒരു വ്യക്തിയെ നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടുകയും ഓരോ തവണ കാണുമ്പോഴും ചിലപ്പോൾ ആ വ്യക്തിയുടെ ഏതെങ്കിലും സംസാര രീതിയായിരിക്കാം, അല്ലെങ്കിൽ ശരീരഭാഗങ്ങളായിരിക്കാം, കണ്ണോ മൂക്കോ ചെവി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തമാശ രൂപത്തിലൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അതൊക്കെ ആയിരിക്കും അവർ കൂടുതലായിട്ട് ആകർഷിക്കുന്നത്. മാത്രമല്ല അവരുടെ സംസാരം കേൾക്കുമ്പോൾ, ഇപ്പോൾ ഈ കാലഘട്ടത്തിലാണെങ്കിൽ മൊബൈലിലാകുമ്പോൾ അവരുടെ ടെക്സ്റ്റ് മെസ്സേജ് കാണുമ്പോൾ ഒക്കെ, അല്ലെങ്കിൽ അവരെ പറ്റി ആലോചിക്കുമ്പോഴൊക്കെ ഈ പറയുന്ന ഹോർമോണുകളുടെ അളവ് ഇങ്ങനെ കൂടി വരും. അതുപോലെ തന്നെ ടച്ച് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ഈ ഓക്സിറ്റോസിൻ പോലെയുള്ള ഹോർമോണുകളെ വളരെ ഗണ്യമായ തോതിൽ അതായത് ശക്തമായിട്ട് നമ്മളുടെ തലച്ചോറിലുണ്ടാവും. അപ്പോൾ ഒരു ഘട്ടം എത്തിക്കഴിയുമ്പോഴേക്കും ഈ 2 വ്യക്തികൾ തമ്മിൽ പരസ്പരം കാണാൻ പറ്റാത്ത ഒരവസ്ഥ വരികയും കാണാതിരിക്കാൻ പറ്റാത്ത അവസ്ഥ വരികയും, അതുപോലെ തന്നെ ഈ ഓക്സിറ്റോസിൻ്റെയും ഈ ഫെറോമോണിൻ്റെ എല്ലാം ഇൻഫ്ലുവൻസ്, സ്വാധീനം കൊണ്ട് അവർ പരസ്പരം അവരുടെ റിയൽ നേച്ചർ പലപ്പോഴും ഹൈഡ് ചെയ്യപ്പെടും. അവരറിഞ്ഞുകൊണ്ടാകണമെന്നില്ല. ആ വ്യക്തി ഒരു മൂടുപടം പോലെ വേറൊരു വ്യക്തിത്വമായിട്ടായിരിക്കും മറ്റൊരാൾക്ക് പരസ്പരം 2 കൂട്ടർക്കും അങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ, അങ്ങനെ അനുഭവപ്പെടും.
അപ്പോൾ ഇത് ഇപ്പോൾ ഇതിൻ്റെ മൂർധന്യാവസ്ഥയിലാണ്. ഈ ഫെറോമോൺ ഓക്സിറ്റോസിനൊക്കെ അതിൻ്റെ 100% എത്തിക്കഴിയുമ്പോഴേക്കും ഈ ഒരു അവസ്ഥ. അപ്പോൾ പിന്നെ ഇവർക്ക് രണ്ടുപേർക്കും പരസ്പരം ഒന്നിച്ചല്ലാതെ പിരിയാൻ പറ്റാത്തൊരവസ്ഥയിൽ എത്തുകയും അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ വീട്ടുകാരും വേണ്ട നാട്ടുകാരും വേണ്ട എന്നുള്ളൊരു അവസ്ഥയിലേക്ക് അവർ ചിലപ്പോൾ ഒളിച്ചോടി പോകുന്നതും ഒക്കെ ആകുന്ന കാര്യങ്ങൾ പലപ്പോഴും ഇതുപോലെയുള്ള സംഭവിക്കുന്നതാണ്. ഒരിക്കലും അവർ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ ഈ ഹോർമോണുകളുടെ അളവ് കുറയാൻ തുടങ്ങി. ഇത് 100% എത്തിയ ഹോർമോണുകളുടെ അളവ് കുറഞ്ഞ് 0 എത്തുമ്പോഴേക്കാണ് പൊട്ടിത്തെറിയും ബഹളമൊക്കെ ആയിട്ട് ചെറിയ പ്രശ്നങ്ങൾ തുടങ്ങി ചിലപ്പോൾ അവർ പിരിയേണ്ട അവസ്ഥയ്ക്ക് വരുന്നത് അപ്പോഴാണ്. ഇത് ഞാൻ സാധാരണ പ്രണയത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ളൊരു വ്യക്തി പ്രണയത്തിൽ ഏർപ്പെടുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ സങ്കീർണമാണ്. പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയിലും ഇപ്പോൾ ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയുള്ള ഒരു യുവാവ് എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മൾ എടുക്കുക. അപ്പോൾ അതിൽ ഈ പ്രണയത്തിൽ പെട്ടുപോകുന്ന ഒരു പെൺകുട്ടി ഇങ്ങനെ നമ്മൾ കണക്കാക്കാം. ഇത് നേരെ തിരിച്ച് സംഭവിക്കാം കേട്ടോ. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ആകാം. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഈ ഒരു തരം ഒരു പ്രണയബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു യുവാവ് ചെയ്യുന്ന ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്കറിയാം മൊബൈൽ വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ തുടർച്ചയായിട്ട് ഇങ്ങനെ മെസ്സേജുകൾ അയക്കുക, എപ്പോഴും വിളിച്ചുകൊണ്ടേയിരിക്കുക, നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടാണെന്ന ഉള്ള ആ ഒരു അവസ്ഥ ഈ പെൺകുട്ടിയിൽ സൃഷ്ടിക്കുക. ഇത് വളരെയധികം സ്വാധീനം ഈ പെൺകുട്ടിയിൽ സൃഷ്ടിക്കപ്പെടും. മറ്റൊന്ന്, എല്ലാവരും അങ്ങനെയാണല്ലോ, ഈ പ്രണയത്തിൽ ഏർപ്പെടുന്നവരാണെങ്കിലും അല്ലെങ്കിലും നമ്മളിലൊക്കെ ഒരു ശിശുഭാവമുണ്ട്, ഒരു കുട്ടിഭാവമുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് മറ്റുള്ളവർ നമ്മളെ നന്നായിട്ട് പ്രശംസിക്കുന്നതും ചെയ്യുന്നതും കഡിൽ ചെയ്യുന്നതും നല്ല വാക്കുകൾ പറയുന്നതും കൊഞ്ചിക്കുന്നതും ലാളിക്കുന്നതും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരിലും ഈ കുട്ടിത്തമുണ്ട്. ഈ കുട്ടിത്തം ആണ് ചൂഷണം ചെയ്യപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈ പെൺകുട്ടി നനച്ചിരിക്കാതെ അവൾക്ക് സർപ്രൈസായിട്ട് ഗിഫ്റ്റ് കൊടുക്കുക. ഗിഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാണ്. അത് ചെറിയൊരു ചോക്ലേറ്റ് ആണെങ്കിലും ഒരാൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എനിക്കായിട്ട് ഗിഫ്റ്റ് തരിക, അതും ഒരു സർപ്രൈസായിട്ട് ഗിഫ്റ്റ് തരിക എന്നൊക്കെ പറയുന്നത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും. ഇതെല്ലാം അവർ തമ്മിലുള്ള ബന്ധം കൂടുതൽ ഉറപ്പിക്കാനായിട്ടുള്ളൊരു സന്ദർഭം. മാത്രമല്ല ഈ ഗിഫ്റ്റുകളിൽ പലതും വളരെ വിലപിടിപ്പുള്ള ഗിഫ്റ്റുകളായിരിക്കുള്ളൂ. അപ്പോൾ വിലപിടിപ്പുള്ള ഗിഫ്റ്റുകൾ അത് സർപ്രൈസായിട്ട് കൊണ്ടുവന്ന് തരുന്നു. ആ ഒരു വ്യക്തിയെ തീർച്ചയായിട്ടും ആ പെൺകുട്ടി ഇഷ്ടപ്പെട്ടു പോകും. ഇത് കൂടാതെ മറ്റൊന്ന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇയാൾക്ക് ഈ കുട്ടിയോട് കൂടുതൽ താല്പര്യമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നല്ല നല്ല വാക്കുകളേ പറയുള്ളൂ. എത്ര നേരം വേണമെങ്കിലും കേട്ടിരിക്കാൻ പറ്റുന്ന വാക്കുകളായിരിക്കും പറയുന്നത്. പക്ഷെ ഒരിക്കൽ അത് മാത്രമല്ല, ഈ ഇത്തരം വാക്കുകളൊക്കെ തുടങ്ങി എങ്ങനെയും എത്രയും പെട്ടെന്ന് ഈ പ്രണയബന്ധം ശക്തിപ്പെടുത്തണം, ഈ പെൺകുട്ടി ഇയാളുടേതാണ് എന്നുള്ള ഒരു അവസ്ഥ എത്തിക്കാനായിട്ട് കൂടുതൽ തിടുക്കം കാണിക്കുന്ന വ്യക്തിയായിരിക്കുള്ളൂ ഇവർ. വളരെ ഫാസ്റ്റായിട്ട് അത് എത്രയും പെട്ടെന്ന് ഇവർ തമ്മിൽ പ്രണയബന്ധത്തിൽ തുടക്കത്തിൽ ഉണ്ടാകുന്ന ആ ബന്ധം കൂടുതൽ ശക്തമാക്കിയിട്ട് ഈ പെൺകുട്ടി എൻ്റേതാണ്, അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള പ്രണയബന്ധം വളരെ ശക്തമായിട്ടുള്ള ഒന്നാണെന്നുള്ള അവസ്ഥയിൽ എത്തിക്കും വളരെ ഫാസ്റ്റായിട്ട്. ഒരു പക്ഷേ ഈവൻ ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്ക് വരെ അത് പോകാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇയാളുടെ കയ്യിൽ ഏകദേശം കൺട്രോൾ കിട്ടി എന്നുള്ള, അതാണല്ലോ ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയുടെ ഒരു പ്രത്യേകത. അയാൾക്ക് കൺട്രോൾ കിട്ടിയെന്ന് തോന്നിക്കഴിയുമ്പോൾ ആ നിമിഷം മുതൽ അയാളുടെ പതുക്കെ അയാളുടെ സ്വഭാവം പുറത്തേക്ക് എടുക്കാൻ തുടങ്ങും. എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ പെൺകുട്ടിക്ക് മറ്റ് ആളുകളുമായിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ടുള്ള ചാറ്റ് ചെയ്യുന്ന രീതികൾ അതൊക്കെ തൽക്കാലം സ്റ്റോപ്പ് ചെയ്യിക്കും. അതൊന്നും വേണ്ട. കുട്ടികളുടെ സ്വാതന്ത്ര്യമൊക്കെ പതുക്കെ കട്ട് ചെയ്യാൻ തുടങ്ങും. ഇവള് പോലും അറിയാതെ പിന്നെ അച്ഛനമ്മമാരും ആയിട്ടുള്ള സ്നേഹമുണ്ട്. ആ ഒരു സമയത്ത് ഈ ഒരു അഫെയറിന്റെ ആ ഒരു കാഠിന്യം അല്ലെങ്കിൽ ആ മൂർധന്യാവസ്ഥയിൽ ഇതൊക്കെ പെൺകുട്ടി അംഗീകരിക്കുകയും ചെയ്യും. മാത്രമല്ല വിലപിടിപ്പുള്ള വസ്തുക്കൾ കൊണ്ടുവന്ന് തരുന്നു. ഇത്രയും പ്രിയപ്പെട്ട ഒരാളെ എനിക്ക് വെറുപ്പിക്കാൻ പറ്റില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കുട്ടിയുടെ മുഴുവൻ കൺട്രോൾ. ആ സമയത്ത് ആ കുട്ടി ചിന്തിക്കുന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇത്രമാത്രം ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കപ്പെടുന്ന ഒരാളെ ഞാൻ എന്തിനെ വിഷമിപ്പിക്കുന്നത്? അപ്പോൾ എന്നോടുള്ള ഒരു പൊസസീവ്നെസ് ആയിരിക്കില്ലേ? അതുകൊണ്ടായിരിക്കില്ല എന്നെ ഇങ്ങനെ കൂടുതൽ മറ്റുള്ളവരൊന്നും വേണ്ട, എന്നെ മാത്രം. അപ്പോൾ ഈ ഒരു അവസ്ഥ സൃഷ്ടിച്ച് അയാൾ ആ പ്രണയബന്ധത്തിൽ ഏർപ്പെടുത്തുന്ന ആ പെൺകുട്ടിയുടെ കാര്യം പിന്നീടാണ് വളരെ ദുരിതപൂർണമായിട്ട് മാറുന്നത്.